നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുന്നതമാകുന്ന പദവി എനിക്ക് നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മഖാമുൽ മഹ്മൂദാണ്. ഏതാണ്? സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനം. അതാണ് മഖാമുൽ മഹ്മൂദ്. ഏതാണ് സ്തുതിക്കപ്പെടുന്ന മഖാമുൽ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മുസ്ലിമീങ്ങളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് നരകത്തിൽ കിടക്കുന്നതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടതാകുന്ന വിശ്വാസിനികൾക്ക് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കാൻ ഏകനാകുന്ന പടച്ചിറപ്പിന്റെ മുന്നിലുള്ള ശുപാർശയുടെ പേരാണ് മഖാമുൽ മഹ്മൂദ്. ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് വാങ്ങുന്നത്? പാപികളും ദോഷികളുമായ നമുക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞു, മഖാമുൽ മഹ്മൂദ് വേണോ? സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനം. ഏതാ സ്ഥാനം? എന്താ ആ സ്ഥാനം? കിട്ടുന്ന നേട്ടം ആർക്കാ നേട്ടം? നബിക്കല്ല. പിന്നെ ആർക്കാ നേട്ടം? നബിയുടെ ഉമ്മത്താകുന്ന നമുക്ക്. എന്താ നേട്ടം? തെറ്റുകുറ്റങ്ങൾ ചെയ്തതാകെ നമ്മൾ ഈമാനിന്റെ കണികയുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ രക്ഷപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി തങ്ങൾ സുജൂദിൽ കിടന്ന് എന്റെ ഉമ്മത്തിൽപ്പെട്ടതാകുന്ന ഒരാളെങ്കിലും നരകത്തിൽ കിടപ്പുണ്ടെങ്കിൽ അവരെയും കൂടി സ്വർഗത്തിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയുയർത്തുള്ളൂ. സുജൂദിൽ കിടക്കാണ് അർശിന്റെ മുന്നിൽ, ഏകനാകുന്ന റബ്ബിന്റെ മുന്നിൽ. നാളെ ശുപാർശയ്ക്ക് വേണ്ടി അശ്ശഫാഅത്തുൽ ഉളുമാ. അതാണ് മഖാമുൽ മഹ്മൂദ് എന്ന് പറയുന്ന സ്തുതിക്കപ്പെട്ട സ്ഥാനം. അത് തരണമെങ്കിൽ നബിയെ നിങ്ങളൊരു പണി ചെയ്യണം. അല്ലാഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. ഈ ഉമ്മത്തിനോടുള്ള പ്രവാചകന്റെ കാരുണ്യം എത്ര വലുതാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവാചകൻ ഇത് വാങ്ങുന്നത്? ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് നബിക്ക് അല്ലാഹു ഇത് കൊടുത്തത്? അല്ലാഹു പറയുകയാണ്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുകയാണ്, നബിയേ രാത്രിയിലേതാകുന്ന പകൽ സമയം തങ്ങൾ പരിപൂർണമായി തഹജ്ജുദിലായി ഉറക്കമൊഴിച്ചുകൊണ്ട് ഏകനാകുന്ന പടച്ചിറപ്പിലേക്ക് നിങ്ങൾ സുജൂദിലായി കഴിയണേ. തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് രാത്രിയുടെ പകൽ സമയത്ത് മാറ്റണേ. പരിശുദ്ധമായ ഖുർആൻ നബിയേ, ഇത് തങ്ങൾക്ക് മാത്രമുള്ളതാകുന്ന നമസ്കാരമാണ്. ഇത് തങ്ങളാണ് നിസ്കരിക്കേണ്ടത്. രാത്രിയിൽ കുറഞ്ഞ സമയം മാത്രമല്ല, രാത്രിയുടെ പകൽ സമയോളം തങ്ങൾ നമസ്കരിക്കണേ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഉറക്കമൊഴിച്ചുകൊണ്ട് തങ്ങൾ പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുന്നു. അതിശക്തമാകുന്ന തണുപ്പുള്ളതാകുന്ന അറേബ്യ മരുഭൂമിയിൽ ഒതുവെടുത്തുകൊണ്ട് നിങ്ങൾ കിടുകിടാ വിറച്ചുകൊണ്ടിട്ടാണെങ്കിലും ഒരു ദിവസം പോലും ഉറങ്ങാതെ രാത്രിയുടെ പകൽ സമയം അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്തെങ്കിൽ മാത്രമാണ് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. തങ്ങളുടെ സമുദായത്തിലുള്ളതാകുന്ന സർവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ശുപാർശയുടെ താക്കോല്, ശഫാഅത്തിന്റെ താക്കോല് തങ്ങളുടെ കൈവശം തരൂ നബിയെ എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്. ആദരവായ പ്രവാചകർ തന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവിന്റെ റസൂലിന് നമ്മളോടുള്ള സ്നേഹം എത്ര മാത്രമാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഫർദ് നമസ്കാരമല്ല ഇത്. കേവലം ഒരു ഫർദിന് ശേഷമുള്ളതാകുന്ന റവാത്തിബിന്റെ സുന്നത്തല്ല. തസ്ബീഹ് നിസ്കരിക്കുകയല്ല. ദുഹാ നമസ്കാരം ഖദാ വീട്ടുകയല്ല. വിത്ർ നമസ്കാരമല്ല. രാത്രിയുള്ളതാകുന്ന വിത്രകൾ 10 നമസ്കരിച്ചിട്ട് വീണ്ടും റസൂലുള്ളാഹി ഇതാ ഒരു അല്പസമയം ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുകയാണ്. പാതിരാത്രി സമയം എഴുന്നേറ്റുകൊണ്ട് സുബഹി വരെ പൊട്ടിക്കരന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്നത് കസേര വലിച്ചിട്ട് നിസ്കരിക്കുകയല്ല, നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇരു കാലുകൾ വല്ലാതെ നീര് കെട്ടി വീർത്തുപോയി. ആ നീര് വന്നുകൊണ്ട് പ്രവാചകന്റെ കാലിൽ വല്ലാത്ത വേദനയാണ്.
അങ്ങനെയാണ്. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പോലും തഹജ്ജുദ് മുടക്കിയിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനാണ്. കള്ളു കുടിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സീരിയൽ ദർശിച്ചുകൊണ്ട്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട്, അന്യരാകുന്ന പെണ്ണുമായി മോശപ്പെട്ട ചാറ്റിങ്ങിലൂടെ നടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാത്രിയുടെ യാമങ്ങൾ അന്യ ചെറുപ്പക്കാരന്റെ സംഭാഷണം കിട്ടാൻ വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്ന പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി, എങ്ങനെയാണ് നമുക്ക് റസൂലുള്ളാഹിന്റെ ശുപാർശ ഉണ്ടാവുക? എങ്ങനെയാണ് നമുക്ക് റസൂലുള്ളാഹിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യത? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നമ്മൾ എത്തിപ്പെടുമോ? എത്ര വലിയ പാപികളും ദോഷികളുമാണ് നമ്മൾ. മോശപ്പെട്ടതാകുന്ന കാഴ്ചകൾ കണ്ടവരല്ലേ? ഈ കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടു തീർത്തവരല്ലേ? കൈകൾ കൊണ്ട് അന്യരെ മർദ്ദിച്ചവരല്ലേ? അന്യരുടേതാകുന്ന മുതലുകൾ അന്യാധീനപ്പെടുത്തിയവരല്ലേ? കാലുകൾ കൊണ്ട് എത്ര തിയേറ്ററിലേക്കാണ് നീ പോയത്? ഏതെല്ലാം ഉത്സവങ്ങളിൽ, ഏതെല്ലാം പേക്കൂത്തുകളിൽ, ഏതെല്ലാം ഗാനമേള ട്രൂപ്പുകളിൽ, ഏതെല്ലാം മോശപ്പെട്ട മരീമസമാകുന്ന സദസ്സുകളിൽ പോയിരുന്നതാകുന്ന മനുഷ്യരല്ലേ? ഹറാമായ തലത്തിലേക്ക് കണ്ണും കാതും ഹൃദയവും നട്ടവരല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈമാനിന്റെ കണികയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? തീർച്ചയായിട്ടും അവർക്കുള്ള ശുപാർശയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതാ ഒരൊറ്റ ദിവസം പോലും മുടക്കാതെ രാത്രിയുടെ യാമങ്ങളിൽ സർവരും പുതപ്പെട്ടുകൊണ്ട് പുതച്ചു കിടന്നുറങ്ങുമ്പോ മരം കോച്ചുന്ന തണുപ്പിൽ ഒതുവെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മുസല്ല വിരിച്ചിട്ട് 8 മുഴം നീളം 10 മുഴം വീതിയുള്ള ചെറിയതാകുന്ന പുൽപ്പായ വിരിച്ചുള്ള കുടിലിൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പലപ്പോഴും സുജൂദിലേക്ക് വരുമ്പോ ഉറങ്ങിക്കിടക്കുന്ന എന്റേതാകുന്ന ശരീരത്തിൽ പ്രവാചകൻ തൊടുകയാണ്. അഥവാ വസ്ത്രമിട്ടിട്ടുണ്ട്, ആ വസ്ത്രത്തിന്റെ മീതെ പ്രവാചകൻ ഒന്ന് കുത്തും. അപ്പോൾ ഞാൻ കാലൊന്ന് വലിക്കും, റസൂലുള്ള സുജൂദ് ചെയ്യും, വീണ്ടും റസൂലുള്ള ഇരിക്കും, വീണ്ടും റസൂലുള്ള അടുത്ത സുജൂദിലേക്ക് വരുമ്പോൾ എന്റെ കാലിൽ ഒന്ന് തൊടും. അപ്പോൾ ഞാൻ വീണ്ടും ആ കാലമടക്കും. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് നിസ്കരിക്കുന്നത്. എന്തേ കാരണം? അത്ര ചെറിയതാകുന്ന വീടാണ്. 12,000-ന്റെയും 10,000-ന്റെയും 3,000-ന്റെയും സ്ക്വയർ ഫീറ്റുകളുള്ള മണിമാണികൾ വെച്ച് ഉല്ലസിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, സുബഹിയുടെ വാങ്ങി കേട്ടിട്ട് എന്തേ പള്ളിയിലേക്ക് നിനക്ക് പോയാൽ, എന്തേ പെങ്ങളെ അവര് വക്കത്തിൽ നമസ്കരിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ കത്തളങ്ങളിൽ കഴിയുമ്പോൾ രാത്രിയുടെ നമസ്കാരം മുടക്കിയിരുന്നില്ല. കാല് നിവർത്തി വെച്ചുകൊണ്ട് ഉറങ്ങാൻ സ്ഥലമില്ലാതിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, 2 ദിവസം തുടർച്ചയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിരുന്നില്ല. 2 ദിവസം റൊട്ടി കഴിച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല. പട്ടിണിയാണ്, പട്ടിണിയാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം സുബഹി കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി എന്റെ അടുക്കലേക്ക് വന്നു. എന്നോട് ചോദിച്ചു, ആയിഷ വല്ലതും കഴിക്കാനുണ്ടോ? ആയിഷ ഒന്നുമില്ല, ഇല്ലൽ മാഉ, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ആയിഷ എങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കുകയാണ്. ഒന്ന് ചിന്തിക്കണേ, പട്ടിണി കിടക്കുന്നതാകുന്ന പ്രവാചകർ ആ കിടക്കുന്ന സന്ദർഭത്തിലും ആവലാതിയില്ല, വേവലാതിയില്ല, പരിഭവമില്ല. ദിക്റ് ചെല്ലുന്ന പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ ലാ ഹൗല ചെല്ലുന്നുണ്ട്, ഞാൻ വെറുതെ ലത്തീഫ് ചെല്ലുന്നുണ്ട്, ഞാൻ ദിക്റ് ചെല്ലുന്നുണ്ട്, ഞാൻ ഫർദ് നമസ്കരിക്കുന്നുണ്ട്, ഞാൻ ഖുർആൻ ഖത്മ തീർക്കുന്നുണ്ട്, ഞാൻ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, എന്നിട്ടും അല്ലാഹു എനിക്ക് ദാരിദ്ര്യം നൽകി എന്ന് പറയുന്നതായ പ്രിയപ്പെട്ട പെങ്ങളെ, പെങ്ങളെ, പെങ്ങളെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എത്രമേൽ പ്രയാസത്തിലാ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ എത്ര ദുരിതത്തിലാ കഴിഞ്ഞിട്ടുള്ളത്. പരിഭവമില്ല, പരാതിയില്ല, വിഷമങ്ങളും ദുഃഖത്തിലൂടെയും ജീവിതം മുന്നോട്ട് പോകുമ്പോ ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിപൂർണമായി ക്ഷമിച്ചും സഹിച്ചും പടച്ച റബ്ബിലേക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു വഖത്ത് പോലും നമസ്കാരം മുടക്കാതെ, ഒരു റമദാനിൽ നോമ്പ് പോലും കളാക്കാതെ കൃത്യമായി നോമ്പ് നോറ്റി വെട്ടിക്കൊണ്ട് സക്കാത്ത് കൊടുത്ത് കയ്യിൽ കിടന്ന സ്വർണത്തിന്റെ വളപോലും പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് സ്വർഗം കരഗതമാക്കാൻ നിലകൊണ്ട റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് മാതൃകയാക്കണേ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ കാലിൽ നാര് കെട്ടി വീർക്കുകയാണ്. ആ നീര് കെട്ടിയതാകുന്ന കാലമായിട്ട് നിന്ന് നമസ്കരിക്കുന്നു. ഫർളായ നമസ്കാരം ഖദാ വീട്ടിലല്ല ചെറുപ്പക്കാരാ, രാത്രിയുടെ നമസ്കാരമാണ്. ഏതെങ്കിലും ഫർദിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബിന്റെ സുന്നത്തല്ല. നീ നമസ്കരിക്കുന്നത് പോലെ
വർഷത്തിൽ വന്നുകൊണ്ട് പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കരിക്കുകയല്ല, രാത്രിയിൽ നമസ്കരിക്കുകയാണ്. റസൂലുള്ള കാലിൽ നീര് കെട്ടി വീർക്കുകയാണ്. കേവലം മുത്തലക്ക സുന്നത്ത് നമസ്കാരം എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്റെ ഉമ്മത്തിൽപ്പെട്ട സർവരെയും സ്വർഗത്തിൽ കടത്താൻ കിട്ടുന്ന നേട്ടമല്ലേ, അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് കരുതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകന്റെ ആ നൃത്തം കണ്ട് വിഷമിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സലാം കിട്ടിയപ്പോൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ, എന്തിനാണ് റസൂലേ ഇത്രയേറെ പ്രയാസപ്പെട്ട് ഇത്രയേറെ വിഷമിച്ചുകൊണ്ട് എന്തിനാണ് നമസ്കരിക്കുന്നത്? തങ്ങളുടെ കാല് മുഴുവനും നീരാണല്ലോ. കള്ള് ഷാപ്പിന്റെ മുന്നിൽ പോയി, ബീവറേജിന്റെ മുന്നിൽ പോയി മണിക്കൂർ കൂന്നിട്ട് ബാഗിനുള്ളിൽ ഒളിച്ചു കിടത്തിയ കുപ്പിയെ കുറിച്ചല്ല കുമരം ഉസ്താദ് പറയുന്നത്. പഠിച്ചു വെക്കണേ, അങ്ങനെ നിന്നിട്ട് കാലിൽ നീര് കിട്ടിയ ചരിത്രം ഒരു പക്ഷേ നമുക്ക് പറയാറുണ്ടാകും. അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് നീര് കിട്ടിയ ചരിത്രം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉപ്പ, നിനക്ക് പറയാറുണ്ടോ? പള്ളിയിലേക്ക് വരുമ്പോ ഒരു കസേര കൂടി തലയിലേറ്റി വെച്ചുകൊണ്ട് നടന്നു വന്ന മനുഷ്യൻ, പള്ളി വരെ നടന്നു വന്നവൻ പള്ളിക്കകത്തെത്തിയിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ഇരിക്കുകയാണ്, പടച്ച റബ്ബിന്റെ മുന്നിൽ ഇരുന്ന് നമസ്കരിക്കുകയാണ്. അതുവരെ കാർ ഓടിച്ചുകൊണ്ട് വൃത്തിയായിട്ട് ഇരുന്ന് വന്ന മനുഷ്യനാ പള്ളിക്കകത്തേക്ക് കയറുമ്പോ കസേര കാണുമ്പോ, AC ഇട്ട പള്ളിക്കകത്ത് കസേര കാണുമ്പോ വല്ലാത്ത സന്തോഷമാ. ഇരിക്കാൻ പറ്റുന്നവനല്ലാതെ ആരെങ്കിലും ഇരുന്ന് നമസ്കരിച്ചാൽ, ഫർള് നമസ്കാരം ഇരിക്കാൻ പറ്റുന്നവനല്ലാതെ ആരെങ്കിലും ഇരുന്ന് നമസ്കരിച്ചാൽ വല്ലാഹി സുമ്മ വല്ലാഹി നമസ്കാരം കബൂലല്ല. സുന്നത്ത് തന്നെ നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നമസ്കരിച്ചാൽ പകുതി കൂലിയാണ് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ നീ പഠിക്കണേ. സുന്നത്ത് നമസ്കരിക്കുകയാണ് മുത്തലക്ക സുന്നത്ത് നമസ്കാരം, അതും രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് നമസ്കരിക്കുകയാണ്. അൽ-ബഖറ ഓതുകയാണ്, ആലി ഇംറാൻ സൂറത്ത് ഓതുകയാണ്, സൂറത്തുൻ നിസാ പാരായണം ചെയ്യുകയാണ്, സൂറത്തുൽ മാഇദ പാരായണം ചെയ്യുകയാണ്. ദീർഘമാകുന്ന സൂറത്തുകൾ ഓതിക്കൊണ്ട് കാലിൽ നീര് കെട്ടി നിസ്കരിക്കുന്ന പ്രവാചകരോട് നിസ്കാരം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി ചോദിക്കുകയാണ്, എന്തിനാണ് നബിയേ ഇത്രയേറെ പ്രയാസപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, തങ്ങളുടെ മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലേ? എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട മഅസൂമാകുന്ന പാപ സുരക്ഷിതത്വം കിട്ടിയ നബിയല്ലേ, എന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ നമസ്കരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ ലോകയിൽ ഒരു പറഞ്ഞതാകുന്ന ഒരു മറുപടിയുണ്ട്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ തറയ്ക്കേണ്ട വാക്കാണ്. സുഭിക്ഷമാകുന്ന ആഹാരം 3 നേരം കഴിക്കുന്നതിനപ്പുറം വൈകുന്നേരത്തെ ചായ കിട്ടിയില്ല എങ്കിൽ പരാതിയും പരിഭവം പറയുന്നവർ, കറിക്കൽപ്പം എരിവ് കൂടിപ്പോയതിന്റെ പേരിൽ ഭാര്യയുമായി വഴക്കടിക്കുന്നവർ, ഉപ്പ് കൂടിയതിന്റെ പേരിൽ കളിച്ചട്ടിയെടുത്ത് ഭാര്യയുടെ തലക്കടിച്ച് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് തലാക്കിന്റെ വർത്തമാനം പറയുന്നവരെ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരെ, സ്വന്തം ഭാര്യ വേദനിപ്പിക്കുന്നവരെ, കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ, ആയിഷ, നന്ദിയുള്ള ദാസനായി മാറണ്ടേ ആയിഷ, നന്ദിയുള്ള അടിമയായി മാറണ്ടേ ആയിഷ. ആരാണ് ഈ പറയുന്നത്? സഹോദരങ്ങളെ, 2 നേരം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാനില്ലാത്ത, ഒരു ദിവസം റൊട്ടി കിട്ടിയാൽ, ഒരു ഉണക്ക റൊട്ടി കിട്ടിയാൽ അടുത്ത ദിവസം പൂർണ്ണമായി പട്ടിണി കിടക്കുന്ന, എത്രയോ മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽ കടന്നു വന്നതിന്റെ പേരിൽ മക്കയിലെ മുശ്രിക്കീങ്ങളുടേതാകുന്ന എത്രയോ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന, സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടതാകുന്ന പ്രവാചകർ, വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും നാടുകളെ തള്ളി നീക്കിയ പ്രവാചകർ, പട്ടിണിയുടെ ഊട്ടപ്പെട്ടതാകുന്ന ജീവിതം, ആ ജീവിതത്തിനിടയിൽ ദാരിദ്ര്യത്തെ മറന്നുകൊണ്ട് പടച്ചറപ്പിന് ശുക്ർ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് ഒരു വഖത്ത് പോലും ജമാഅത്ത് മുടക്കിയിട്ടില്ല, ഒരു ജുമുഅ പോലും മുടക്കിയിട്ടില്ല, ഒരു ഫർദ് പോയിട്ട് ഒരു സുന്നത്ത് പോലും ഉപേക്ഷ വെച്ചിട്ടില്ല. എല്ലാ സുന്നത്തുകളും എടുത്ത്, എല്ലാ ഫർദുകളും ശ്രദ്ധിച്ച്, എല്ലാ ആദാബുകളും പരിഗണിച്ച്, സ്വന്തം കുടുംബ ബന്ധങ്ങൾ ചേർത്ത്, അയൽപക്ക ബന്ധങ്ങൾ ചേർത്ത്, സാമൂഹ്യ കടപാടുകൾ ചേർത്ത്, സമുദായത്തോടുള്ള നേതൃത്വം പരിപൂർണമായി പരിഗണിച്ച്, അവർക്ക് രാഷ്ട്രീയമായി സാംസ്കാരികപരമായി എല്ലാ നിലയ്ക്കും ഉള്ളതാകുന്ന സംവിധാനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ഒരു ദാസനായി മാറ
പെരുമാറണ്ടേ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബത്തിനെ ദാരിദ്ര്യം അറിയിക്കണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും പഴയ തുണിയെടുത്തു കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ചുകൊണ്ട് കത്തിക്കാൻ പറയും. എന്തിനാണ്? അതിന്റെ പുക പുറത്തോട് പോകുമ്പോ, അടുപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഇന്നും ഭക്ഷണമുണ്ട് എന്ന് സ്വഹാബത്ത് തെറ്റിദ്ധരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് പഴയ തുണി കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ചുകൊണ്ട് പുകച്ചു വിടാൻ റസൂൽ ഉപദേശിക്കുമായിരുന്നു. അത്രയേറെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിൽ അമർന്നപ്പോഴും മറ്റുള്ളവരുടെ കണ്ണുകൂട്ടിൽ പോയി കൈ നീട്ടി യാചിക്കണ്ട, എനിക്ക് എന്റെ യജമാനാകുന്ന പടച്ചിറപ്പ് നൽകിയതല്ലേ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്.